ഗുരു തത്വം. മനുഷ്യൻ ഒഴികെ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെല്ലാം പ്രപഞ്ച നിയമമനുസരിച്ച് ജീവിക്കുന്നു. നിർഭാഗ്യവശാൽ നമ്മൾ മനുഷ്യർ മാത്രം പ്രപഞ്ച തത്വത്തിൽ നിന്നും അകന്ന് മനുഷ്യ സൃഷ്ടിയായ സാമൂഹ്യ നിയമം അനുസരിച്ച് ജീവിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൻ്റെ ഭാഷ അറിയാനോ മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇതാണ്. ഒരു ഗുരു തത്വത്തിലൂടെ മാത്രമേ സാധാരണ മനുഷ്യർക്ക് പ്രപഞ്ച തത്വത്തിലേക്ക് കണക്ട് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ സ്വയം കഠിന തപസ്സിലൂടെ പ്രപഞ്ചത്തിൽ നിന്ന് നേരിട്ട് ആത്മജ്ഞാനം നേടിയെടുക്കണം. ആത്മജ്ഞാനത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് തൻ്റെ ജന്മജന്മാന്തരങ്ങളായുള്ള കർമ്മഫലങ്ങളിൽ നിന്നും മോചനം നേടി ഈ ജന്മം സഫലമാക്കി മോക്ഷപ്രാപ്തിയിലേക്ക് എത്താൻ സാധ്യമാകൂ. അതിന് അനേകം ജന്മങ്ങൾ വേണ്ടിവരും. അതുകൊണ്ട് ഒരു ഗുരുവിൻ്റെയും ഗുരുതത്വത്തിൻ്റെയും പ്രാധാന്യം ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടതാണ്. അനേകം ഗുരുക്കന്മാർ ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ട്. പ്രപഞ്ച തത്വത്തിലേക്ക് കണക്ട് ചെയ്യാൻ ഓരോ ഗുരുക്കന്മാരും ഓരോ മാർഗങ്ങളാണ് ഉപദേശിക്കുന്നത്. ഉദാഹരണത്തിന് SMS മെഡിറ്റേഷനിൽ പ്രപഞ്ച ശക്തികളായ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒരു പ്രത്യേക രീതിയിൽ കോർത്തിണക്കിയുള്ള ധ്യാനമാർഗമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആ ഗുരുമാർഗത്തിൽ ചരിക്കുമ്പോൾ ഓരോരുത്തരും പാലിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ നിബന്ധനകളും ജീവിത രീതിയും ഗുരു വ്യക്തമായി പറഞ്ഞു തരുന്നു. ഇതാണ് ഗുരുതത്വം. ഏതു ഗുരുവിനെ ആണോ നമ്മൾ സമീപിക്കുന്നത് ആ ഗുരു പറയുന്ന തത്വത്തിലൂടെ അക്ഷരം പ്രതി അനുസരിച്ച് മുന്നോട്ടു പോയാൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അതൊരു സമാധിക്കോ വ്യാസപൂർണിമയ്ക്കോ രാമായണ മാസത്തിലോ ഒരു പ്രത്യേക വ്രതാനുഷ്ഠാന ദിനത്തിലോ മാത്രം അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമല്ല. മറിച്ച് ജനനം മുതൽ മരണം വരെ അനുനിമിഷം നമ്മൾ അനുഷ്ഠിച്ച് ജീവിക്കേണ്ട ഒന്നാണ്. അപ്പോൾ മാത്രമേ മനുഷ്യനിൽ മാറ്റം ഉണ്ടാകൂ. മനുഷ്യർ നന്നായി കാണണം എന്ന ഗുരുക്കന്മാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകൂ. വർഷങ്ങളോളമായുള്ള തപസ്സിൻ്റെ ഫലമായി തങ്ങൾ അനുഭവിച്ചറിഞ്ഞ ജ്ഞാനം വരും തലമുറയ്ക്ക് കൂടി പ്രയോജനപ്രദമാകും വിധം പകർന്നു നൽകുവാൻ വേണ്ടിയാണ് ഓരോ ഗുരുക്കന്മാരും തങ്ങളുടെ മാർഗത്തിലേക്ക് അല്ലെങ്കിൽ ഗുരുതത്വത്തിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ ഒരു ഗുരുതത്വത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അറിവിനെ, അതായത് ആത്മചൈതന്യത്തെ ചൂണ്ടിക്കാണിച്ചു തന്ന് അതിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗം കാണിച്ചു തന്ന് നമ്മൾ ആരാണെന്ന് സ്വയം അവനവൻ്റെ ഉള്ളിൽ അനുഭവിപ്പിച്ചു തന്ന് ഞാനും നിങ്ങളും ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ഒരേ അറിവ് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തി തന്ന് ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ഉള്ളിലാണെന്ന് അനുഭവിപ്പിച്ചു തന്ന് നമ്മുടെ ഉള്ളിലെ അറിവില്ലായ്മയാകുന്ന ഇരുട്ടിനെ നീക്കി അറിവാകുന്ന പ്രകാശത്തെ നിറച്ചു തരുന്നു. അങ്ങനെ ഏതൊരു വ്യക്തിക്കും പ്രപഞ്ച തത്വത്തിലേക്ക് ലയിച്ച് പ്രപഞ്ചധർമ്മമനുസരിച്ച് ജീവിച്ച് ഈ ജീവിതം സഫലമാക്കാം. സമാധിയിൽ ഇരുന്ന് ഇപ്പോഴും ഈ ലോകത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീനാരായണ ഗുരു ഒരു മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട പഞ്ചധർമ്മവും പഞ്ചശുദ്ധിയും എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം ഇവയാണ് പഞ്ചധർമ്മം. ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി ഇവയാണ് ശുദ്ധി പഞ്ചകം. കൂടാതെ നമുക്ക് വേണ്ടി എത്രയോ സൂക്തങ്ങളും കൃതികളും ഒക്കെ നൽകി അനുഗ്രഹിച്ചു. പക്ഷേ നമ്മൾ ഗുരുവിൻ്റെ ഫോട്ടോ പൂജിക്കാൻ മാത്രമേ പഠിച്ചുള്ളൂ. ഗുരുദേവൻ പറയുന്നതൊന്നും അനുസരിക്കാൻ തയ്യാറല്ല. ഗുരുനിന്ദ നാശമാണ്. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും മനസമാധാനം ഉണ്ടാവില്ല. പ്രപഞ്ച സത്യം അനുഭവിച്ചറിയാൻ ആത്മജ്ഞാനികളായ ഗുരുക്കന്മാർ പറയുന്ന മാർഗത്തിലൂടെ, അതായത് ഗുരുതത്വത്തിലൂന്നി ജീവിതം നയിക്കണം. SMS മെഡിറ്റേഷൻ പരിശീലിക്കുന്നവർ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങൾ. ജീവിതത്തിൽ ഉടനീളം സത്യം വദ ധർമ്മം ചര എന്ന പ്രപഞ്ചധർമ്മം അനുഷ്ഠിച്ച് ജീവിതം നയിക്കണം. സത്യം വദ ധർമ്മം ചര സമം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വയം അവനവനോട് ഒരു പ്രതിബദ്ധത ഉണ്ടാവണം. സ്വന്തം കുടുംബത്തോട് ഒരു പ്രതിബദ്ധതയുണ്ടാവണം. ഈ സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയുണ്ടാവണം. ഈ പ്രപഞ്ചത്തോട് ഒരു പ്രതിബദ്ധത ഉണ്ടാവണം. മത്സ്യമാംസങ്ങളും മുട്ടയും മദ്യവും ലഹരി പദാർത്ഥങ്ങളും പൂർണ്ണമായി ഉപേക്ഷിക്കണം. സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിക്കാൻ പാടില്ല. നമ്മളിലെ ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും മനസ്സാക്ഷി അറിയുന്നു എന്നുള്ളത് മറക്കാതിരിക്കുക. മനസ്സാക്ഷി മനസ്സുമായി നേരിട്ട് കണക്റ്റഡാണ്. മനസ്സ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു തത്വമാണ്. അതായത് നമ്മൾ എന്ത് ചിന്തിച്ചാലും അതെല്ലാം പ്രപഞ്ചം അറിയുന്നുണ്ട്. ഒരു കണ്ണാടി പോലെയാണ്. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, മോശം ചിന്തിച്ചാൽ തക്കതായ ശിക്ഷയും പ്രപഞ്ചം നൽകും. മറ്റുള്ളവൻ്റെ ദൂഷ്യം പറയുകയോ കേൾക്കുകയോ ചെയ്യാതിരിക്കുക.
ഇതെല്ലാം കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഉണ്ടാക്കുവാനേ ഉപകരിക്കുകയുള്ളൂ. അധർമ്മത്തിൻ്റെ പാതയിലൂടെ കൂട്ടമായി സഞ്ചരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ധർമ്മത്തിൻ്റെ പാതയിലൂടെ ഒറ്റയ്ക്കുള്ള സഞ്ചാരം. നാം ധർമ്മത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ ധർമ്മം നമ്മളെ സംരക്ഷിക്കും. ഗുരുനിന്ദ ചെയ്യാതിരിക്കുക. രാവിലെ സൂം ക്ലാസ്സിൽ ഗുരു പറയുന്ന നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് പ്രപഞ്ചധർമ്മം അനുസരിച്ച് മുന്നോട്ടുള്ള ജീവിതം നയിക്കുക. ഗുരുക്കന്മാരെ പൂജിക്കലും പാടിപ്പുകഴ്ത്തലും അല്ലാതെ അവർ പറയുന്നതൊന്നും ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല. സ്കൂളിൽ അധ്യാപകർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കാതെ അധ്യാപകരെ പൂജിച്ചിട്ട് പോയി പരീക്ഷ എഴുതിയാൽ മാർക്ക് കിട്ടില്ല. ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഡോക്ടറെ പൂജിച്ചാൽ രോഗം മാറില്ല. അതുപോലെ ഗുരുക്കന്മാർ പറയുന്നത് അനുസരിക്കാതെ വെറുതെ പൂജ ചെയ്തിട്ടോ മന്ത്രം ചൊല്ലിയിട്ടോ പാദപൂജ ചെയ്തിട്ടോ ശരണം വിളിച്ചിട്ടോ ജയ് വിളിച്ചിട്ടോ ഘോഷയാത്ര നടത്തിയിട്ടോ പ്രഭാഷണം ചെയ്തിട്ടോ ഒരു കാര്യവുമില്ല. ഒരു ഗുരുവും അനുഗ്രഹിക്കില്ല. വിദ്യ അഭ്യസിക്കുക എന്നല്ലേ പറയുന്നത്. പഠിച്ച വിദ്യ ജീവിതത്തിൽ പകർത്തി അതനുഷ്ഠിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ വിദ്യ അഭ്യാസമാവുകയുള്ളൂ. ഗുരുക്കന്മാർ എല്ലാം സ്വയം പ്രൊമോട്ടഡാണ്. അവർ എല്ലാം അറിഞ്ഞ് ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ സ്വായത്തമാക്കി അവരുടെ ജന്മം സഫലമാക്കിയവരാണ്. അവരെ മനുഷ്യരെന്ന് പോലും അവകാശപ്പെടാൻ യോഗ്യതയില്ലാത്ത നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഗുരുക്കന്മാരെ ഉയർത്തുന്നതും ശിക്ഷിക്കുന്നതും പ്രപഞ്ചമാണ്. ഇനി പ്രൊമോഷൻ വേണ്ടത് നമുക്കാണ്. അതിന് ഒരു ഗുരുതത്വത്തിൽ ജീവിതം നയിക്കണം. ഗുരു എന്നത് ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു തത്വമാണെന്നും ഗുരുതത്വം സൂക്ഷ്മത്തിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും പ്രതിഫലിക്കേണ്ടതാണ്. കുഞ്ഞ് അമ്മയുമായുള്ള പൊക്കിൾക്കൊടി ബന്ധം പോലെയാണ് നമ്മളെ പ്രപഞ്ചവുമായി ഒരു ഗുരുതത്വത്തിലൂടെ ബന്ധിപ്പിക്കുന്നത്. നമ്മൾ പ്രപഞ്ച നിയമമനുസരിച്ച് ജീവിക്കാത്തതുകൊണ്ട് പ്രപഞ്ചവുമായുള്ള നമ്മുടെ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടു. ഒരു ഗുരുതത്വത്തിലൂടെ പ്രപഞ്ചവുമായി നമ്മളെ വീണ്ടും കണക്ട് ചെയ്യുകയാണ് SMS മെഡിറ്റേഷനിലൂടെ ചെയ്യുന്നത്. എന്ന് നമ്മൾ ആ ഗുരുതത്വത്തിൽ നിന്നും വ്യതിചലിക്കുന്നുവോ അപ്പോൾ വീണ്ടും പ്രപഞ്ചവുമായുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെടും. ഗുരുതത്വത്തിൽ നിന്നും വ്യതിചലിച്ചാൽ ഗുരുവിൻ്റെ അനുഗ്രഹവും ഇല്ലാതാവും. പ്രപഞ്ചം കൈവിട്ടാൽ ഗുരു കൈപിടിച്ച് ഉയർത്തും എന്ന് പ്രത്യാശിക്കാം. എന്നാൽ ഗുരു കൈവിട്ടാൽ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഗുരുനിന്ദ പാടില്ല. പ്രപഞ്ചം മുട്ടുകുത്തി നീ സ്വയം പഠിക്കൂ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച ഒരു പറ്റം ആളുകളെ നന്നാക്കാനാണ് ഗുരുക്കന്മാർ ശ്രമിക്കുന്നത്. പ്രപഞ്ചത്തോടുള്ള അതിരുകവിഞ്ഞ പ്രതിബദ്ധത കൊണ്ട് മാത്രമാണ് ഗുരുക്കന്മാർ ജന്മങ്ങൾ കൊണ്ട് നേടിയെടുത്ത തപോബലം ദാനമായി ഭിക്ഷയായി നൽകുന്നത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അഹങ്കാരം പൂണ്ട നമ്മൾ മനുഷ്യർക്ക് ഇല്ലാതെ പോയി. അവസാനം ഗുരുവും ശിഷ്യന്റെ മുന്നിൽ മുട്ടുകുത്തും. ഗുരു പറയും, ഇനി നീ പോയി സ്വയം പഠിക്കൂ. അജ്ഞതയിൽ പൂണ്ടുകിടക്കുന്ന നമ്മളെ അറിവിലേക്ക് ഉയർത്താനുള്ള ഗുരുക്കന്മാരുടെ ശ്രമത്തെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി നിറഞ്ഞ നമ്മുടെ ബുദ്ധി കൊണ്ട് പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കാതിരുന്നാൽ നമുക്കും ജ്ഞാനത്തിലേക്കെത്തി സുഖമായി ജീവിക്കാം.